അപ്പൊ ഉറൂസിന്റെ പരിപാടികളൊക്കെ നമ്മുടെ മക്കാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ രാവിലെ ഏകദേശം 6:30-7 മണിയായിട്ടുള്ളൂ. അപ്പോൾ തന്നെ ലൈൻ എവിടെ എത്തിക്കുന്ന അറിയോ? അത്രയും ആളുകൾ കേരളത്തിന്റെ നാനാ ഭാഗത്തുനിന്നും എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സജീവാണ്, കലവറയിലൊക്കെ ഒരുപാട് ആൾക്കാർ സജീവാണ്. അസ്സലാമു അലൈക്കും. തിരക്കിലായിരിക്കും. എങ്ങനെയുണ്ട് പരിപാടികളൊക്കെ? എങ്ങനെ പരിപാടികൾ വളരെ ഗംഭീരമാണ്. 36 വർഷമായിട്ട് 10,000-കണക്കിന് ആൾക്കാർക്കാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. സത്യത്തിൽ ഇവിടുന്ന് അത് ഇവിടുത്തെ മഹാന്റെ ഒരു വലിയൊരു കറാമത്ത് തന്നെയാണ്. ഒരു കാക്ക പോലും ഇവിടെ ഇല്ല, ഒരു നായന്റെ ശല്യമില്ല, ഒന്നും ഇവിടെ കാണില്ല. വളരെ സത്യമാണ്. അത് നമ്മളെ നാട്ടുകാർ അനുഭവിക്കുന്ന ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ ആളുകൾ കൊടുക്കുന്ന ഞങ്ങൾക്ക് പെരുന്നാളിനേക്കാൾ വലിയൊരു ആഘോഷമാണ്. പെരുന്നാൾ കഴിയുമ്പോൾ നമുക്ക് ടെൻഷൻ, പെരുന്നാൾ ആഘോഷം തന്നെയാണ്. ഉത്സവത്തിന്റെ അപ്പുറത്തേക്ക് ഒരു വാക്കുണ്ട്, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് ഞങ്ങൾക്ക് വളരെ ഗംഭീരമാണ്. ഇത് ഉറക്കൊഴിച്ചിട്ട് നാട്ടുകാർ ഒരു പ്രതിഫലവും വാങ്ങാതെ ജോലി ചെയ്യുന്ന ആളുകൾ ഒരുപാട് ഈ കൂട്ടത്തിലുണ്ട്. ഞങ്ങൾ ഇന്നലെ രാത്രി വന്നപ്പോഴുള്ള ആൾക്കാർ ഞങ്ങൾ വീട്ടിൽ പോയി ഉറങ്ങി വരികയാണ്. പക്ഷെ ആ സമയത്തുള്ള ഇന്നലെ ഏകദേശം ഉച്ച മുതൽ ഇവിടെ പച്ചക്കറി മുറിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ ഏകദേശം 5-5:30 മണി വരെ ഈ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക. കേരളത്തിൽ ഏറ്റവും പ്രത്യേകം വെച്ചാൽ ഒരു മക്കാമിലും കേരളത്തിൽ രാവിലെ സുബൈ മുതൽ വൈകുന്നേരം വരെ ചോറ് കൊടുക്കുന്ന ഒരു മക്കാമും കേരളത്തിൽ ഇന്നിപ്പോ 5:30 വരെ വൈകുന്നേരം ഏകദേശം 5-5:30 വരെ ഇവിടെ ചോറ് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1,00,000 അടുത്ത ആൾക്കാർ ഇന്ന് ഇവിടെ വരുമെന്നാണ് ഇവരെ കണക്ക്. അതിനുള്ള ഭക്ഷണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 35 കിൻഡൽ പോത്തും അതിന്റെ കൂടെ 400 ചാക്കാരി, അതേപോലെ ഒരുപാട് പച്ചക്കറി കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 100-125 ചെമ്പ് ലൈവായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ നമ്മളെ മടവൂർ സി മക്കാമിലേക്ക് വന്നോളി. ഒരു ബർക്കത്തിന് ഒരു മണി ചോറാണ്. ഒരു മണി ചോറ് കഴിച്ചിട്ട് പോയിക്കോളി.